വിനയൻ എന്ന ഡയറക്ടറിന്റെ മേക്കിംഗ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ സമീപകാലത്ത് വിനയന് 2 ടേസ്റ്റേ ഉള്ളൂ. ഒന്നുകിൽ ഹൊറർ അല്ലെങ്കിൽ ചിൽഡ്രൻ ആണോ? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ അടുത്ത കാലത്തായിട്ട് 2-3 ഹൊറർ മൂവി എടുത്തിരുന്നു. അതിന് കാരണമുണ്ട്. കാരണം ഇപ്പം തന്നെ നിങ്ങൾ പറയുന്ന ഈ ഡ്രാക്കുള, ഇപ്പോൾ ഷാൻ തന്നെ പറഞ്ഞു 2013 ആദ്യ ഹിറ്റ് പടമാണ്. അതെ, ഹിറ്റ് പടമാണ്. അതൊരു സൂപ്പർ ഹിറ്റ് പടം എന്ന് പറയാം. കാരണം അതിൻ്റെ ചിലവും അതിനകത്ത് ഞങ്ങൾക്ക് കിട്ടിയ വരുമാനവും ഒക്കെ നോക്കുകയാണെങ്കിൽ അതിപ്പം ചിലവിൻ്റെ ഒത്തിരി ഇരട്ടി വരുമാനം കിട്ടിയ ഒരു പടം. വളരെ ലാഭമായിരുന്നു ആ പടം. മാത്രമല്ല അതിൻ്റെ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം നമ്മുടെ ഒരു പടം ഇറങ്ങുന്നു. എൻ്റെ പടം ഇറങ്ങിയത് സൂപ്പർ സ്റ്റാറുകളുടെ പടത്തിനിടയ്ക്കായിരുന്നു ആ പടം ഇറങ്ങിയത്. ആ പടത്തിന് കൂടെ ഇറങ്ങിയ പടം. പക്ഷേ ആ പടങ്ങളൊക്കെ 2-3 ആഴ്ച ഓടുമ്പോൾ ഒരു സീരിയൽ നടനായിരുന്ന മലയാള സിനിമയിലെ എല്ലാവരുടെയും തല്ലുകൊണ്ട് നടന്ന ഒരു സുധീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അതിൻ്റെ നായകനാക്കി നമുക്ക് ആർക്കും അറിയാൻ മേലാത്ത കുറേ പേര് കൂടെ അഭിനയിക്കുകയും ഒക്കെ ചെയ്തിട്ട് ആ ചിത്രം ഓടുക എന്ന് പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു വന്നതിലോട്ടാണ് കിടക്കുന്നത്, എന്തുകൊണ്ടാണ് ഹൊററിലോട്ട് പോയത്? കാരണം മലയാള സിനിമയിലെ മെയിൻ സ്ട്രീമിലുള്ള ഇപ്പം ഞാൻ തുറന്നു പറഞ്ഞാൽ അത് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയുകയാണ്, അമ്മ എന്ന് പറയുന്ന സംഘടന വിനയൻ്റെ കൂടെ അഭിനയിക്കില്ലെന്ന് വിളിച്ചപ്പോൾ ഇന്ദ്രനെ കണക്കുള്ള നടന്മാരൊക്കെ എൻ്റെ പടത്തിൽ അഭിനയിക്കാനായിട്ട് ഞങ്ങൾക്ക് അഭിനയിക്കണം സാറേ എന്ന് പറഞ്ഞാൽ ഇവരാരൊക്കെ വിളിച്ചിട്ട് നിയമപരമായിട്ടല്ലാത്ത, നമ്മൾ പറഞ്ഞില്ല, പേഴ്സണലായിട്ടുള്ള ഗ്രഡ്ജ് മൂലം ഒരാളെ മാക്സിമം ദ്രോഹിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ രഹസ്യമായ അജണ്ടകൾ. ഇത് കണക്കുള്ള പാരകളൊക്കെ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളായ ഞാൻ തന്നെ സിനിമയെ കൊണ്ടുവന്ന, ഞാൻ ലൈഫ് കൊടുത്ത, എന്നോട് ഇന്നും സ്നേഹമുണ്ടെന്ന് പറയുന്നവർ പോലും എന്നെ സ്നേഹിക്കാൻ സമ്മതിക്കാത്ത ഒരു സംഘടനാ പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ജനറൽ സെക്രട്ടറിയോട് ഓപ്പണായിട്ട് ചോദിച്ചാണ്, ഇതൊന്ന് ഓപ്പണായിട്ട് പറയാമോ, ഇങ്ങനൊരു തീരുമാനം നിങ്ങൾക്ക് ഉണ്ടോ? എങ്കിലും ഓപ്പണായിട്ട് പറ. എനിക്കൊരു കത്ത് തരും. എനിക്കൊരു കത്ത് വേണ്ട, ഞാനൊന്ന് പറഞ്ഞാൽ മതി, അതും പറയത്തില്ല. അപ്പം അങ്ങനെ പോലും പറയാതെ പ്രവർത്തിച്ച സമയത്ത് ഇത്തരം ഡ്രാക്കുളയൊക്കെ ഒരു ചുണുക്ക് പണിയാണ്. അല്ല, പക്ഷേ അതുകൊണ്ടാണ് ഹൊറർ. അതുകൊണ്ട് ഹൊറർ എടുത്തു. കാരണം ഒരുത്തനും വേണ്ട, കാക്കയും പൂച്ചയും വെച്ചെടുത്തിട്ട് ജനത്തിനെ നമുക്ക് പേടിപ്പിക്കാം. ഫാമിലി മൂവി എടുക്കണമെങ്കിൽ ഫാമിലിക്കുള്ള ആൾക്കാർ വേണം. ഇതാണെങ്കിൽ സത്യസന്ധമായ കാര്യമാണ് പറയുന്നത്. ഞാൻ ഒത്തിരി പേരെ കൊണ്ടുവന്നിട്ടുള്ളതാണല്ലോ, അറിയാമല്ലോ. നമുക്ക് വളരെ സീരിയസ് ആയ, ഇപ്പം ദാദാ സാഹിബ് കണക്കൊരു ചിത്രം എടുക്കണമെങ്കിൽ ഒരിക്കലും നമുക്ക് പുതിയൊരാളെ വെച്ചെടുക്കാൻ പറ്റില്ല. അത് മമ്മൂട്ടിയെ കണക്കൊരു സ്റ്റാർ വേണം. രാക്ഷസ രാജാവ് കണക്കൊരു ചിത്രം എടുക്കണമെങ്കിൽ മമ്മൂട്ടിയെ കണക്കുള്ള സ്റ്റാർ വേണം. അതേസമയം ഊമപ്പെണ്ണ് കണക്കുള്ള ചിത്രം എടുക്കണമെങ്കിൽ അത് കണക്കൊരു സ്റ്റാറിനെ താൻ പൊക്കോന്ന് പറഞ്ഞിട്ട് ഞാൻ ജയസൂര്യ ഇട്ടു. കാരണം അതിനകത്ത് അങ്ങനെ ജയസൂര്യ കണക്കൊരു ഉണക്ക പയ്യൻ മതിയായിരുന്നു. മനസ്സിലായോ? അത് കണക്കുള്ള സ്റ്റാർ എന്ന് പറഞ്ഞല്ലോ, ഈ താൻ പൊക്കോ ജയസൂര്യ മതി എന്ന് പറഞ്ഞത് അത് കണക്കുള്ള അതുപോലത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. ഇന്ന് സൂപ്പർ സ്റ്റാർ ആയാലും അന്നത്തെ ഇതല്ലായിരുന്നു. ഇന്ന് ഞാൻ പറയാൻ കാര്യം, അത് ആ ആളും എന്നെ സംബന്ധിച്ച് എൻ്റെ അനിയനെ പോലെ ഇന്നും ഞാൻ കാണുന്ന അയാൾ ഓരോ പടത്തിലും രക്ഷപ്പെടുമ്പോൾ എൻ്റെ മനസ്സിൽ, കാരണം ഇയാളുടെ ആദ്യകാലങ്ങളിൽ ഇയാളെ ഇങ്ങനെ ഒത്തിരി കൈപിടിച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് സ്നേഹമുണ്ടല്ലോ. നമ്മുടെ മൂത്ത ചേട്ടൻ നമ്മളെ കൈ പിടിച്ചിട്ട് നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും ചേട്ടന് സന്തോഷം കാണും. നമ്മൾ തിരിഞ്ഞ് നോക്കിയിട്ട് പോയി പണി നോക്കി ഇന്ന് ചേട്ടനോട് പറഞ്ഞാലും നമ്മുടെ മനസ്സിലൊരു സ്നേഹത്തിൻ്റെ നമ്മളെന്തോ ചെയ്തു എന്നുള്ള രീതിയിലൊരു എൻ്റെ പയ്യൻ ഫീലിംഗ് മലയാള സിനിമയിൽ പലരോടും ഉണ്ടല്ലോ. ഇങ്ങനെ ഒത്തിരി പയ്യന്മാരുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഫീൽ ആകാമല്ലോ. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന ഒത്തിരി പയ്യന്മാരുണ്ടല്ലോ. അങ്ങനെ ഒരു സ്വകാര്യ അഹങ്കാരം, സ്വകാര്യം മാത്രം. അവരോട് പോലും പറയാറില്ല, ആരോടും പോലും പറയാറില്ല. നമുക്കൊരു സ്വകാര്യ അഹങ്കാരമുണ്ട്. അത് നാളെ എൻ്റെ മോൻ വിഷ്ണു, ഇപ്പോൾ അയാൾ അമേരിക്കയിൽ നിന്നൊക്കെ പഠിച്ചിട്ട് വന്നിരിക്കുകയാണ്. അയാൾ നാളെ എന്നോട് ഇങ്ങനെ എന്നെ വിഷമിപ്പിക്കുന്ന ഒരു അവസ്ഥ ചെയ്താലും നമ്മൾ ഇയാളെ വളർച്ചയെ സന്തോഷിക്കത്തില്ലേ ഉള്ളൂ. ഞാനത് ഈ പറഞ്ഞ ആള് ഓപ്പണായിട്ട് പറയാം, ദിലീപാണ്. എനിക്ക് ഒത്തിരി ബന്ധമുള്ള, ഞാൻ ഒത്തിരി പടങ്ങൾ ചെയ്ത, ഞാനെന്നും പറയുമായിരുന്നു അനിയനെ പോലെ കൊണ്ടുവന്ന, ആദ്യമായിട്ട് ഒരു സോളോ ഇയാൾ ഹീറോ ആകുന്ന പടം കല്യാണ സൗകര്യം സോളോ ഹീറോ ആകുന്ന പടം. അപ്പം ഹിറ്റാണത്, സൂപ്പർ ഹിറ്റാണ്. അപ്പോൾ അതിനകത്താണ് ദിവ്യ ഉണ്ണിയെ നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ആ പടമൊക്കെ കഴിഞ്ഞിട്ട് ഇയാളുമായിട്ട് നല്ല ബന്ധമായിരുന്നു. ഞാൻ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും എന്നോട് പറയുകയും എനിക്കൊരു അനിയനെ പോലെയുള്ള ആളും ഒരു ഒരു അനിയൻ, സ്വന്തം അനിയനായിട്ട് ഞങ്ങളെ കൊണ്ടുപോകുന്ന ഒരു കുടുംബം എന്തായിരുന്നു നമ്മളുണ്ടായത്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് എത്ര ബന്ധമുള്ള ചേട്ടനും അനിയനും തമ്മിൽ ചെറിയ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പം പിന്നെ ഊമപ്പെണ്ണിൻ്റെ സമയത്ത് അതിനകത്ത് എനിക്ക് തോന്നുന്നു PKR പിള്ള ദിലീപിനായിരുന്നു അഡ്വാൻസ് കൊടുത്തത് 1 ലക്ഷം രൂപ, പ്രൊഡ്യൂസർ PKR. പക്ഷെ PKR പിള്ള എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്, പിള്ളച്ചേട്ടനാകെ എല്ലാ സാമ്പത്തികവും പോയി വളരെ ബുദ്ധിമുട്ടുന്ന സമയത്ത് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത് നമ്മുടെ കലൂർ ഡെന്നീസ് ചേട്ടനാണ്. അപ്പോൾ ഡെന്നീസ് ചേട്ടന് അതിനകത്ത് അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യണം. അപ്പോൾ സബ്ജക്റ്റ് എൻ്റെ ആയിരുന്നു, ഊമപ്പെണ്ണിൻ്റെ സബ്ജക്റ്റ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ചാണിരുന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പം ചേട്ടനത് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ചേട്ടൻ അഡ്വാൻസും കൊടുത്തു. അപ്പോൾ ദിലീപ് ഒരു സജഷൻ വെച്ചു അതിൻ്റെ കാര്യത്തിൽ, ഇങ്ങനെ ചെറിയ സജഷൻ വെച്ചു. അത് ഒരു താരം എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിനൊന്നും എതിർക്കുന്നതല്ല. അങ്ങനെയൊക്കെ അഭിപ്രായം തുറന്ന് പറയാൻ ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ദിലീപിനെ കണക്ക് തന്നെ എൻ്റെ ആഗ്രഹമാണ് ആ പടം വിജയിക്കണമെന്നുള്ളത്. ദിലീപിൻ്റെ മാത്രമല്ല, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു
കാശി ഉൾപ്പെടെ ഉള്ള തമിഴിലുൾപ്പെടെ പടങ്ങളൊക്കെ വലിയ വിജയിച്ച് നിൽക്കുമ്പോൾ ഒരു പൊട്ടപ്പടം എടുത്തിട്ട് തോക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇദ്ദേഹം എഴുതിയാൽ ഇങ്ങനെ ആയിരിക്കും, അതിനകത്ത് ഒരു കുഴപ്പമില്ല, അത് നല്ല രീതിയിൽ വരും, ഞാൻ കൂടെ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും പുള്ളിക്ക് അതിനകത്തൊരു മാറ്റം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അതെൻ്റെ ഒരു സ്വഭാവമാണ്. ഇനിയിപ്പോൾ നാളെ ആകാശം ഇടിഞ്ഞുകൊണ്ടാലും ഞാൻ പറയും. ഒരു ന്യായമെന്ന് എനിക്ക് തോന്നുന്നൊരു കാര്യം ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടും അത് മനസ്സിലോട്ട് കയറുന്നില്ലെങ്കിൽ എന്നാൽ പിന്നെ അനിയൻ മാറിക്കോ, നമുക്ക് വേറെ ആളെ തപ്പാന്ന് ഞാൻ പറയും. അതിപ്പം നാളെ ഒരു എൻ്റെ ഒരു ക്യാരക്ടറായിട്ട് അങ്ങനെ വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം മാറിയിട്ട്. കാരണം അതിനു മുമ്പ് എൻ്റെ കൂടി ഇപ്പോൾ കല്യാണ സൗഗന്ധ്യമോ ഉല്ലാസ പൂങ്കാറ്റോ അനുരാഗ കൊട്ടാരമോ പ്രണയനിലാവോ ഒന്നും ചെയ്ത് ദിലീപ് എല്ലാവരും ദിലീപ് അപ്പം ഒരു പഞ്ചാബി ഹൗസൊക്കെ ചെയ്ത് കുറച്ച് ഹിറ്റ് അവസ്ഥയിൽ. പക്ഷേ അവിടെ കുറി വീണത് ജയസൂര്യക്കാണ്. മനസ്സിലായോ? ദിലീപ് എന്ന് പറയുന്ന നടൻ മാറിയിട്ട് പിന്നെ അവിടെ വന്ന ചെറുപ്പക്കാരൻ ജയസൂര്യ. അതൊരു ബമ്പറായിരുന്നു. ബമ്പർ എന്ന് വെച്ചാൽ ജയസൂര്യ എനിക്ക് തോന്നുന്നു ചെറിയ വേഷങ്ങളൊക്കെ പിന്നെ അറിയുന്നത്. ഒരു ഒറ്റയും സീനൊക്കെ 100 കണക്കിന് സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു നടനായിരുന്നു. അത് ദിലീപ് ജയസൂര്യ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയി. പക്ഷെ ജയസൂര്യ എൻ്റെ കണ്ണുമ്പിൽ പെടുന്നത് അന്ന് എൻ്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനായിരുന്നു, വിഷ്ണു ആയിരുന്നു. ജയസൂര്യ കണ്ടിട്ട് ടി വിയിൽ കണ്ടിട്ട് അയാളെ ഇങ്ങനെ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ തൃപ്പൂണിത്തുറ പോയിട്ട് ഇയാളെ കൊണ്ടുവരുന്നു, അയാൾ വീട്ടിൽ വരുന്നു, സംസാരിക്കുന്നതൊക്കെ നിമിഷം കൊണ്ട് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു സീനെങ്കിലും നല്ലൊരു സീൻ അഭിനയിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. സാറിൻ്റെ സിനിമയിലെന്ന് എന്നോട് പറഞ്ഞു ജയസൂര്യ. എവിടെ ഞാൻ പറയുന്നു താനായിരിക്കും ഈ പടത്തിൽ നായകൻ എന്ന് പറയുന്ന അവസ്ഥ. അതൊക്കെ അയാളുടെ ഭാഗ്യം കൂടെ. ഒരാളുടെ നഷ്ടം മറ്റൊരാളുടെ വലിയൊരു ലാഭമായിരുന്നു. നഷ്ടമല്ല, അയാൾക്ക് അത് നഷ്ടമൊന്നുമല്ല. ദിലീപ് അപ്പം ലെവൽ മാറിയിരുന്നു. ദിലീപ് അങ്ങ് വെച്ചടി കയറുന്ന സമയത്ത് ഈ ഒരു കൊച്ചു പടമൊന്നും ദിലീപിന് പ്രശ്നമല്ലായിരുന്നു. പക്ഷെ ജയസൂര്യക്ക് ഗുണം ചെയ്തു, ഇന്ദ്രജിത്തിന് ഗുണം ചെയ്തു. ഇന്ദ്രജിത്ത് ആ പടത്തിലാണ് വന്നത്. ട്രൂ അതിനകത്ത് വില്ലനായി. പല താരങ്ങളും ഇപ്പോൾ വിനയൻ ചിത്രത്തിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഇതിനിടയിൽ ജഗദീഷ് ശ്രീകുമാർ എല്ലാ സിനിമയിലും വിനയൻ്റെ കൂടെ ഉണ്ടാവുമായിരുന്നു. തിലകൻ ഉണ്ടാവുമായിരുന്നു, ജഗദീഷ് ഉണ്ടാവുമായിരുന്നു, മുകേഷ് ഒട്ടുമിക്ക ചിത്രങ്ങളിൽ അഭിനയിക്കാറുണ്ട്. ഒരു കാലഘട്ടം വരെ ശ്രീനിവാസൻ അഭിനയിച്ചിരുന്നു. എന്തുകൊണ്ടായിരുന്നു അത്? ഇല്ല, അന്ന് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല. അവരെൻ്റെ കുറ്റം ഞാൻ പറഞ്ഞില്ല. ഞാനിപ്പോൾ അന്ന് ഇപ്പം മോഹൻലാലിനെയോ മമ്മൂട്ടിയോ അന്നത്തെ സൂപ്പർ താരങ്ങൾ സുരേഷ് ഗോപിയോ ഈവൻ ജയറാമിനെയോ വെച്ചുള്ള ചിത്രങ്ങൾ ചെയ്യാനല്ല കൂടുതൽ. ഇവരെയൊക്കെ വെച്ച് ഞാൻ ചിത്രം ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്തിരുന്ന ചെറിയ ചിത്രങ്ങൾ ചെയ്യുക. ഇപ്പോൾ പിന്നെ അതിനകത്തൊക്കെ ഇപ്പം അന്ന് വളർന്നു വരുന്ന ദിലീപ് നായകൻ പറഞ്ഞു മനസ്സിലായ. അത് കഴിഞ്ഞിട്ട് ഒരു കോമഡിയനായിട്ട് വന്ന മണി നായകൻ പറഞ്ഞു മനസ്സിലായി. ഇതൊന്നും അല്ല ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ ചിത്രം എടുക്കുമ്പോഴത്തേക്ക് 3 പെണ്ണുങ്ങൾ വെച്ച് മാത്രം എടുത്തു. അതൊക്കെ ഹിറ്റായിരുന്നു അന്നത്തെ. അപ്പോൾ ഞാൻ ആകാശഗംഗയിൽ ഒരു പുതിയ പയ്യനായിരുന്നു നായകൻ. ഇങ്ങനെയുള്ള ആ ചിത്രമൊക്കെ ഹിറ്റുകളായിരുന്നു. അപ്പോൾ പക്ഷേ നമ്മൾക്ക് ഈ പറയുന്ന ജഗദീഷ് ശ്രീകുമാർ വിനയന്റെ വലങ്കയായിരുന്നു. ശ്രീകുമാർ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയട്ടെ, ഇന്ന് ഞാൻ തിലകൻ ചേട്ടനെ പറ്റി പറയുമായിരുന്നു. അത് വേറൊരു സ്റ്റൈലാണ് തിലകൻ ചേട്ടൻ്റെ അഭിനയം. ഇന്നൊരു ഹോളിവുഡ് നടനോട് ഉപമിക്കാൻ പറ്റുന്ന ഒരു മലയാള നടനാണ് ജഗദീഷ്. അദ്ദേഹം എന്തുകൊണ്ട് ഈ പറഞ്ഞ വിലക്കുകളിലൊന്നും പെട്ടില്ല, അല്ലെങ്കിൽ ഈ വിലങ്ങുകളിലൊന്നും പെട്ടിട്ടില്ല? അല്ല, അദ്ദേഹത്തിനെ പോലും അദ്ദേഹം യക്ഷി ഞാൻ ചിത്രത്തിൽ അഡ്വാൻസ് മേടിച്ചിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് അഡ്വാൻസ് തിരിച്ച് ലിമിറ്റ് ചെയ്യപ്പെട്ടില്ല ഇവരെ. കാരണം പുള്ളിക്ക് ഒരു സംഘടനയിൽ നിൽക്കുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന പ്രഷറുകൾ അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് ഒരു പ്രശ്നമില്ല. അത് കഴിഞ്ഞ് പറഞ്ഞാൽ അമ്പിളിച്ചേട്ടാ ഒരു പ്രശ്നമില്ല. അമ്പിളിച്ചേട്ടന് സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതല്ല എനിക്ക് എൻ്റെ ആഗ്രഹം. അല്ലാതെ ഇതിനകത്ത് എൻ്റെ കൂടെ അഭിനയിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ളതൊന്നും എനിക്കൊരു പ്രശ്നമില്ല. ജഗദീഷ് സ്ഥിര സാന്നിധ്യമായിരുന്നു. അവൻ ജഗദീഷിനും ഈ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. ജഗദീഷ് സ്ഥിര സാന്നിധ്യം എന്നല്ല, ഞാൻ മറ്റ് ലാംഗ്വേജ് സിനിമ എടുക്കാൻ പോയാലും ജഗദീഷ് ആ സിനിമ കാണുമായിരുന്നു. കാരണം ജഗദീഷ് എന്നെ അത്ര കോൺടാക്ട് ചെയ്തിരുന്നു. ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു. എന്നെ വിളിക്കും, രാവിലെ ആയിട്ടും വിളിക്കും. അടുത്ത പ്രോജക്റ്റ് ജഗദീഷ് എന്നെ പറയും, എന്നെ ആ ക്യാരക്ടർ എനിക്ക് പറ്റുമല്ലോ എന്ന് പറയുമ്പോൾ ഞാനത് ഓക്കെ. കാരണം ജഗദീഷ് ഒരു നടനാണെന്ന് വെച്ചാൽ ജഗദീഷിൻ്റെതായ സ്റ്റൈൽ ഓഫ് ക്യാരക്ടേഴ്സും ജഗദീഷ് മുടിക്കാനാണ്. സത്യനന്ദിക്കാണ്ട് കുറച്ച് സ്ഥിരം കഥാപാത്രങ്ങൾ ഉള്ളതുപോലെ വിനയൻ ഉണ്ടായിരുന്ന ചില സ്ഥിരം കഥാപാത്രങ്ങളായിരുന്നു ഇവരൊക്കെ. സ്ഥിരം എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. അവരൊക്കെ നടന്മാരാണ്. പക്ഷേ ആ ജഗദീഷ് എനിക്കുള്ള പ്രയാസം എന്ന് വെച്ചാൽ ആ ജഗദീഷിനെ കൊണ്ട് എന്നെ ഒന്ന് ഫോൺ ചെയ്യിക്കാൻ പോലും അയാളുടെ സംഘടനാ പ്രശ്നങ്ങൾ ഇന്ന് അനുവദിക്കുന്നില്ല. എൻ്റെ വീട്ടിലെ സുഖങ്ങൾ എന്താണ് വിനയാന്ന് ചോദിച്ചിരുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ജഗദീഷ് ഇന്ന് വിനയം വരുന്നുണ്ടോ ഈ TV പ്രോഗ്രാം, അയ്യോ പ്രശ്നമാവുമല്ലോ സംഘടന എന്ന് പറയുന്ന ഒരു അവസ്ഥ എത്ര വേദനാജനകമാണ്. ഭയങ്കര ഫാസിസമാണ് ഇവരുടെ ഈ അമ്മ എന്ന് പറയുന്ന സംഘടന നടത്തുന്നത്. സാർ, അപ്പോൾ സിനിമാ സുഹൃത്തുക്കളിൽ നിന്ന് സാർക്ക് ഫോണൊന്നും ലഭിക്കുന്നില്ല എന്ന് പറയണേ? പേഴ്സണൽ ഫോൺ കോൾസ് പോലും കിട്ടാൻ ബുദ്ധിമുട്ടാണോ? പേഴ്സണൽ ഫോൺ കോൾ കിട്ടുന്നവർ പറയും ഞാൻ ഈ ഫോൺ വിളിച്ചെന്ന് അമ്മയുടെ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും നമ്മുടെ അതിൻ്റെ സെക്രട്ടറി ഒന്നും അറിയില്ല ചേട്ടാ എന്ന് പറയും. അതൊരു വലിയ സങ്കടകരമായ കാര്യമാണ്. അങ്ങനെ പറയും. സിനിമയിൽ കൂടുതൽ കണ്ടിട്ടുള്ളത് വിശ്വാസം, അന്ധവിശ്വാസം?
വിനയന് അതിൽ ശക്തമായ എതിർപ്പും ഒക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഐ മീൻ അല്ല, അന്ധവിശ്വാസത്തെ എതിർക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അടുത്ത് ഈ ചില നടന്മാരൊക്കെ ഈ ഞാൻ വളരെ ഒരു വർഷം 3-4 പടമൊക്കെ ചെയ്യുമ്പം എൻ്റെ കൂടെയുള്ള നടന്മാർ ഇപ്പോൾ ഒരു നടി, അതായത് വേലക്കാരിയായിട്ട് നമുക്ക് ഇന്ന കൂത്താട്ടുകുളം ചിന്നമ്മ ഇട്ടാലോ, അയ്യോ ചിന്നമ്മ ചേച്ചി അഭിനയിച്ച പടം 3 പടം പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടാന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു, താൻ അഭിനയിച്ച 4 പടത്തെ പടമാണല്ലോ പൊട്ടുന്നത്, അപ്പോൾ തന്നെയല്ലേ മാറ്റേണ്ടത്. അല്ല, കൂത്താട്ടുകുളം ചിന്നമ്മയെ മാറ്റിയിട്ട് എന്താ കാര്യം? അവർ ഒരു തൂപ്പുകാരിയായിരുന്നില്ലേ? ഭയങ്കര അന്ധവിശ്വാസമുള്ള ഒരു മേഖലയാണ് വിനയന്. പക്ഷേ അന്ധവിശ്വാസത്തിനെ വെല്ലുവിളിക്കാൻ ഇഷ്ടമാണ് അല്ലേ? ഇല്ല, ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഞാൻ വിശ്വാസിയാണ്, അന്ധവിശ്വാസിയല്ല. പക്ഷെ ഞാൻ വെല്ലുവിളിച്ച സിറ്റുവേഷൻ ഉണ്ട്. കാരണം വാസന്തി ലക്ഷ്മി എന്ന് പറയുന്ന ചിത്രം എടുക്കുന്ന സമയത്ത് തൊടുപുഴയിൽ ഷൂട്ട് ചെയ്യാൻ പാടില്ല. അതിന് മുമ്പുണ്ടായിരുന്നൊരു ഇഷ്യൂ. കാരണം ആ പടത്തിന്റെ കഥ ഈ അന്ധനായ മണിയെ വെച്ച്, മണി എന്നൊരു കോമഡിയൻ എന്നുള്ള ലെവലിൽ മാത്രം മണി നിൽക്കുകയാണ്. കോമഡിയനിലും മണി എന്ന് വലിയ ആളൊന്നും ആയിട്ടില്ല. അപ്പം മണിയാണ് നായകൻ. ആ പടം ഒരു സെന്റിമെന്റ്സും അന്ധന്റെ കഥയാണ്. മണി കണ്ണൊക്കെ മറിച്ച് വെച്ചാൽ ഇത് ഓടുമെന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷനാക്കി. അന്ന് ആദ്യം ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ തന്നെ ഉദ്ദേശിച്ചത്. അപ്പം മോഹൻ സിത്താരെ വിളിച്ചിട്ട് ഹിൽവ്യൂ ഹോട്ടലിൽ നമ്മളിത് കമ്പോസ് ചെയ്യുമ്പം എറണാകുളത്ത് ഞാൻ പറഞ്ഞു, ഇത് ആകെ പൊട്ടിപ്പോകുന്ന എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് കർക്കിടക മാസം വന്ന കറുത്ത വാവിന് ഞങ്ങൾ ഇതിൻ്റെ കമ്പോസിങ് മനസ്സിലായി ആരംഭിച്ചു. അത് എനിക്ക് തോന്നുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ 4 വശത്തു നിന്നും പ്രഷറൊക്കെ വന്നപ്പോൾ ഒരു വാശിക്ക് ചെയ്തതാണ്. തൊടുപുഴയിലെ കാഞ്ഞാറുള്ള പാലത്തിൻ്റെ താഴെയുള്ള ആ ലൊക്കേഷൻ. ഇന്ന് തൊടുപുഴ ഭയങ്കര ലക്കിയസ്റ്റ് ഞാൻ അവിടെ ഷൂട്ടിങ്ങിന് പ്ലാൻ ചെയ്യുമ്പം അന്ന് അതിന്റെ പ്രൊഡ്യൂസറായ എൻ്റെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഏറ്റെടുത്ത ഇന്ത്യൻ പുള്ളിയായിരുന്നു അതിന്റെ കൂടെ വന്നിരുന്ന ആളെ. ഇന്ത്യനും കബീറും ലത്തീഫ് 3 പേരും കൂടെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ വിന്ധ്യൻ എൻ്റെ കാലെ പിടിച്ച് പറഞ്ഞിട്ടുണ്ട്, വിനയ ദൈവത്തെ ഓർത്ത് ഇവിടെ ഷൂട്ട് ചെയ്യില്ലേ, കാരണം ഇവിടെ മമ്മൂട്ടി അഭിനയിച്ച കോടിക്കണക്കിന് മുടക്കി പുറപ്പാടൊക്കെ 3 ദിവസം വേറെ ഒത്തിരി പടങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ നാട്ടുകാരെയൊക്കെ അവരുടെ സ്വന്തം സ്ഥലമാണ്, മണ്ണാണത്. അവിടെ എനിക്ക് പി ജോസഫ് വലിയ സ്വീകരണമൊക്കെ തന്നിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തൊടുപുഴയാക്കി മാറ്റിയ കുടമ്പക്കമാക്കി മാറ്റിയ വിനയന് സ്വീകരണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തന്നു. അത് ഞാൻ ആ പടം എടുത്ത് ഹിറ്റായി. പിന്നെ കരിമാടിക്കൂടനെടുത്തു, പിന്നെ കാശി ഞാൻ വിക്രമനെ കൊണ്ടുവന്ന് അവിടെ എടുത്തു. അങ്ങനെ തൊടുപുഴയുടെ ഒരു നിറം തന്നെ മാറി. സത്യമാണ്. നിങ്ങൾക്ക് സത്യത്തിൽ പേടിയുള്ളത് പട്ടി, പാമ്പ്, പ്രേതം? എനിക്കിതിലൊക്കെ കൂടുതൽ പേടിയുള്ളത് മുഖംമൂടിയുള്ള മനുഷ്യനെയാണ്. ഇതിനൊന്നും വലിയ പേടിയില്ല. സത്യത്തിൽ ആത്മബന്ധം ഇതിൽ ഏത് പേരിനോടാണ്? ഹണി, മണി? അങ്ങനെ ഒരു ആത്മബന്ധം ചോദിക്കണം. ഞാൻ കൊണ്ടുവന്ന എല്ലാവരോടും എനിക്ക് ആത്മബന്ധം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഏറ്റവും കൂടുതൽ ആത്മബന്ധം എവിടെയോ ഒരു നീരസത്തിലുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആത്മബന്ധം തുടക്കക്കാരനായ ദിലീപിനോടാണ്. അത് കഴിഞ്ഞാണ് മണിയൻ്റെ ലൈഫിലോട്ട്. എനിക്ക് വിനയൻ എക്സ്പ്ലോർ ചെയ്ത് മതിയായിട്ടില്ല. ഇറ്റ്സ് ബീൻ എ ഫൺ ഇൻ്റർവ്യൂ. ഫൺ എന്ന് ഞാൻ പറയില്ല, ഇറ്റ്സ് എ റിയൽ ജെന്വൻ എന്താ പറയുക ലൈഫ് ഇൻ്റർവ്യൂ. താങ്ക് യു സോ മച്ച് ഈ ഷോന് വന്നതിന്. ഒരു എപ്പിസോഡ് കൂടി സാർ എൻ്റെ കൂടെ വേണം. തീർച്ചയായിട്ടും ഒരു എപ്പിസോഡാണ് ഉദ്ദേശിച്ചത്. ഷാൻ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ ഞാൻ പറയാം ഒരു എപ്പിസോഡ് കൂടി. സോ നെക്സ്റ്റ് വീക്ക് വീണ്ടും വിനയൻ ഉണ്ടാവും നമ്മുടെ കൂടെ on Star Jam, same time, same channel, same station, same show. Thank you. Thank you.